നമസ്കാരം. നിങ്ങൾ പ്രണയിക്കാൻ ഇഷ്ടമുള്ളൊരു മലയാളിയാണോ? ആരുടെയെങ്കിലും സ്നേഹം കിട്ടാൻ വേണ്ടി വേഴാമ്പലിനെ പോലെ കൊതിച്ചു നിൽക്കുന്ന മലയാളിയാണോ? അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രണയമൊക്കെ പരാജയപ്പെട്ട് ബ്രേക്കപ്പിന്റെ വേദന അനുഭവിക്കുന്ന മലയാളിയാണോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നേരിട്ട് പരിചയമുള്ളവരെയോ കണ്ടു പരിചയമുള്ളവരെയോ പ്രണയിക്കാനോ സ്നേഹിക്കാനോ പാടില്ല. പകരം നിങ്ങൾ ഫോൺ എടുക്കുക, എന്നിട്ട് പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിൽ പ്രണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. ആ ആപ്പുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പ്രണയം ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ തന്നെ പരിചയപ്പെടാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ തന്നെ ഫുള്ളി വിശ്വസിക്കാം. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതിനകത്ത് ID വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ടാണ് ആൾക്കാർ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇനി നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സും ഇല്ലേ? ഏകാന്തത അനുഭവിച്ച് ഒറ്റപ്പെടൽ അനുഭവിച്ച് റൂമിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണോ? എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ അത്യാവശ്യമുണ്ട്. ജെനുവിൻ ആയിട്ടുള്ളൊരു ഫ്രണ്ട് നിങ്ങൾക്ക് വേണം. ഏകാന്തത ഒഴിവാക്കാനും നിങ്ങൾക്ക് അഡ്വൈസ് തരാനും നിങ്ങളെ ഒറ്റപ്പെടലിൽ നിന്ന് കരകയറ്റാനും നിങ്ങൾക്കൊരു സുഹൃത്ത് വേണ്ടേ? പറയൂ. സുഹൃത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക. ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് മാത്രമല്ല, പെൺകുട്ടികളാണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസയും ഉണ്ടാക്കാം. അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഫ്രണ്ടിനെയും കിട്ടും, പ്രണയിക്കാൻ ആളെയും കിട്ടും, കൂടാതെ തന്നെ കൈ നിറച്ച് പൈസയും കിട്ടും. ഇനി ആൺകുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടും, ഒരു കാമുകിയെ കിട്ടും. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചിലവാകും, കാരണം ആൺകുട്ടികൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പരസ്യം ചെയ്യുന്ന ഒത്തിരി ആപ്പ് നമ്മുടെ കേരളത്തിൽ ഇന്ന് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ മതി, ഒത്തിരി ഡേറ്റിംഗ് ആപ്പുകൾ അവൈലബിൾ ആണ്. അതിലൊരെണ്ണമാണ് ഈ ഫ്രണ്ട് എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എനിക്ക് കിട്ടിയത് അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലിലാണ്. അതിൽ കുറച്ച് മുമ്പ് ഇതേപോലെ ഫ്രണ്ട് ആപ്പ് പോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകളുടെ ചീറ്റിംഗ് പരിപാടിയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്നാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത്. അപ്പോൾ ഇത്തരം ആപ്പുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിൽ കുറേ പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവരാണ്. ഇവരെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നവരെ വേണം ആദ്യം തല്ലാൻ വേണ്ടിയിട്ട്. കാശ് വാങ്ങിച്ച് സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ ഫോളോവേഴ്സിനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഫ്രോഡുകൾ, അങ്ങനെ വേണം വിളിക്കാൻ. അപ്പം ഇവരാണ് ഈ ആപ്പുകളൊക്കെ തന്നെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അവരൊക്കെ എന്തുമാത്രം ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഫ്രണ്ട് ആപ്പിലൊക്കെ കയറി ഡെയിലി അവർക്കങ്ങ് ഫ്രണ്ട്സിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതായാലും 1-2 പ്രൊമോഷൻ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ ചെസ് നമ്പർ 1 ഓൺ ദ സ്റ്റേജ്. കഴിച്ചു, പിന്നെ കുറച്ച് ശവായും കൂടെ കഴിച്ചു. എല്ലാം കുറച്ച് മാത്രം. എപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കൊച്ചാന്നല്ല. ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിന് കഴിയും നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും, ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട്. പിന്നെ ഇതിനകത്ത് എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ലിങ്ക് വേണ്ടവർ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. ഇനി സമാധാനമായി ഞാനൊന്ന് പോയി കിടന്നുറങ്ങട്ടെ, അത്രേ ഉള്ളൂ. എന്ത് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണെന്ന് അറിയാമോ ജാസ്മിൻ ചേച്ചി ആ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്? ജാസ്മിൻ ചേച്ചിക്ക് റിയൽ ഫ്രണ്ട്സ് ഒന്നുമില്ല. എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട് ആപ്പിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിനെയും ജാസ്മിൻ ചേച്ചി വിശ്വസിക്കുന്നില്ല. ഫ്രണ്ട് ആപ്പിൽ നിന്ന് കിട്ടുന്ന ഫ്രണ്ട്സിനെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ. അവരാണ് റിയൽ. ഓക്കെ, അത് പ്രത്യേകം മനസ്സിൽ വെച്ചോണം, അവരാണ് റിയൽ. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ എല്ലാം നിങ്ങൾ ഡിച്ച് ചെയ്യുക. നിങ്ങൾ അവരുമായിട്ട് ബ്രേക്കപ്പ് ആയിക്കോ. ഉള്ള ഫ്രണ്ട്സിനോടെല്ലാം ബ്രേക്കപ്പ് ആയിട്ട് നേരെ പ്ലേ സ്റ്റോറിൽ കയറി ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടും. ഇനി ചെസ് നമ്പർ 2. ഒരു പുതിയ സിനിമ ഉണ്ടോ? നമുക്ക് ടിവി കണ്ടാലോ? ജീവിതത്തിൽ ഒന്ന് സിൻസിയർ ആയിരിക്കണം. മാത്രമല്ല സംസാരിക്കുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് വേണം. ഞാൻ എന്താ ചോദിച്ചാൽ നീ എന്തായി പറഞ്ഞേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നീ പ്രാക്ടീസ് ചെയ്താൽ മതി, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ശരി, ഓക്കെ, ബൈ. എനിക്കെന്താടി കോൺഫിഡൻസ് കുറവ്? അതിനാരും പറഞ്ഞു കോൺഫിഡൻസ് ഇല്ലാന്ന്? അപ്പൊ നീ എന്റെ അടുത്തല്ലേ സംസാരിച്ചത്? അത് ഞാൻ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്? അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് അവരുടെ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ നിന്നേ ബ്ലോക്ക് ചെയ്യാൻ പോവാം. എന്നിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇനി അതിനകത്തെ ഫ്രണ്ട്സിനോടെ ഞാൻ സംസാരിക്കുന്നുള്ളൂ.
അവർ മാത്രമാണ് ഒറിജിനൽ ഫ്രണ്ട്സ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊന്നും റിയലും അല്ല ഒറിജിനലും അല്ല, എല്ലാം ഫേക്ക് ആണെന്നേ. ഫ്രണ്ട് ആപ്പിൽ കയറിയാലേ എനിക്കിനി ജെന്യുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടത്തുള്ളൂ. ഓഹോ, തല പെരുക്കുന്നു. ഇനി ചെസ് നമ്പർ 3. താല്പര്യം തോന്നാൻ കാരണം എന്താ? ഇതിൽ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യൽ മാത്രമല്ല, ഇത് നമ്മുടെ ഏകാന്തതയും വിരസതയും ഒക്കെ മാറ്റി തരുന്നു. ഫ്രണ്ട് ആപ്പിൽ ഇപ്പം 10 കോടിയിലധികം യൂസേഴ്സ് ഉണ്ട്. ഗേൾസിന് അതിനകത്ത് ഗിഫ്റ്റ് ഒക്കെ കിട്ടും. ഈ ആൺകുട്ടികളുടെ കയ്യിൽ അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാം. പല ലേഡീസും പ്രതിമാസം 1 lakh വരെ സമ്പാദിക്കുന്നുണ്ട്. എന്ന് ഞാനും നോക്കട്ടെ. ഇവരെ പോലെയുള്ള ഇൻഫ്ലുവൻസർ ഒക്കെ തന്നെ അത്യാവശ്യം ജെനുവിൻ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് യൂട്യൂബിലൊക്കെ കയറി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്കറിയാം. അപ്പം അവരുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോഴാണ് വിഷമം വരുന്നത്. ഇപ്പം ഈ ബബി പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. പുള്ളിക്കാരിയുടെ മാരേജ് ലൈഫ് ആയിക്കോട്ടെ, അതിനുശേഷം ഒത്തിരി സർവൈവ് ചെയ്ത് തിരിച്ചു വന്ന് അവിടെ നിന്ന് ഉയർന്നു വന്ന ഒരു സ്ത്രീയാണ് ബബിത, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ. അപ്പോൾ പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരത്തിലുള്ള കാര്യം കാണുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇവരൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ? ഇവരൊക്കെ ഈ ആപ്പുകളിലൊക്കെ കയറി ജോയിൻ ചെയ്ത് അതിനകത്തൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടാണോ ഈ ആപ്പൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സും ഈ ആപ്പ് പോലെയുള്ള പല ഫ്രോഡ് ആപ്പുകളും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രണയിക്കാൻ ഇഷ്ടമുള്ള മലയാളിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി സിനിമാ നടിമാർ, യുവ നടിമാർ പോലും അത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രൊമോഷൻ വീഡിയോസും പരസ്യവും ഒക്കെ കണ്ട് ഈ ആപ്പിലൊക്കെ കയറുന്നവരോട് ഞാനൊരു കാര്യം പറയാം. ജെനുവിൻ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ആപ്പിലേക്ക് കയറുന്നത് എന്നുണ്ടെങ്കിൽ കയറാതിരിക്കുന്നതായിരിക്കും നല്ലത്. ജെനുവിനായിട്ട് ആഗ്രഹത്തോടു കൂടി കയറുന്നവരോടാണ്. അല്ലാതെ അതിനകത്ത് കയറി വലിയ പൈങ്കിളി പരിപാടി കാണിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറിക്കോ, നിങ്ങളുടെ കാശ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രമാണ് പോകുന്നത്. അല്ലാത്തവർ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ആപ്പുകളിലൊന്നും പോകാതെ ഇരിക്കുക. നമുക്ക് നേരിട്ട് പരിചയമുള്ള, വർഷങ്ങളോളം നേരിട്ട് പരിചയമുള്ള ആൾക്കാർ പോലും നമ്മളെ പറ്റിക്കുന്നു. നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാർ പോലും നമ്മളെ ഒരു മടിയും കൂടാതെ പറ്റിക്കുന്ന ഒരു കാലത്ത് ഇതുപോലെ ഒരു പരിചയമില്ലാത്ത, ഫോണിൽ നിന്ന് മാത്രം പരിചയമുള്ള സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ID വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ആപ്പിൻ്റെ ആൾക്കാർ നേരിട്ട് പോയി അങ്ങ് വെരിഫൈ ചെയ്യുവാണോ? അല്ല, ജസ്റ്റ് ഒരു കാർഡ് കാണിക്കാനാണോ ഇത്ര ബുദ്ധിമുട്ട്? അപ്പോൾ ID വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്നതാണ്, ട്രസ്റ്റഡ് ആണ് എന്നൊക്കെ അവർ പറയും. പക്ഷേ ഇതൊന്നും തന്നെ ട്രസ്റ്റഡ് അല്ല. നമുക്ക് റിയൽ ആയിട്ട് പരിചയമുള്ള ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും പോലും ഇതൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 50% പോലും ഇതിനകത്തുള്ള ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒരു ചെറിയ ശതമാനമൊക്കെ ആൾക്കാരുണ്ടായിരിക്കാം ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അല്ലാതെ ബാക്കി എല്ലാവരും ഇതിനകത്ത് വരുന്നത് ഫ്രോഡ് പരിപാടി കാണിക്കാനാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകത്തില്ല, നമ്മുടെ സമയം പോകത്തില്ല. പ്രധാനമായിട്ടും പൈസ പോകാൻ വേണ്ടി പോകുന്നത് ആൺകുട്ടികളുടെ ആയിരിക്കും. കാരണം ഫ്രണ്ട് ആപ്പിലൂടെ പെൺകുട്ടികൾക്ക് പൈസ സമ്പാദിക്കാം. ഈ പൈസ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാമോ? ഇതുപോലെ ആൺകുട്ടികൾ അയച്ചു കൊടുക്കുന്ന ഗിഫ്റ്റിൽ നിന്നാണ് ഈ പൈസ കിട്ടുന്നത്. അപ്പം ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളെ മാക്സിമം ഇതിനകത്ത് പിടിച്ചിരുത്തി ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള രീതിയിലുള്ള സംസാരമൊക്കെ പെൺകുട്ടികൾ നടത്തും. ആൺകുട്ടികൾ എന്ത് ചെയ്യും? ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കും. വെറുതെ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇതിനകത്തൊക്കെ ചിലവാക്കുന്നത്? നമുക്ക് നേരിട്ട് പരിചയമുള്ളവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ പറ്റിച്ചിട്ടുണ്ടായിരിക്കും. ഒത്തിരി ബ്രേക്കപ്പ് സ്റ്റോറീസ് പറയാനുള്ള ആൾക്കാർ കാണും. വർഷങ്ങളോളം പ്രണയിച്ചിട്ട് ചതിച്ചു പോയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരിചയമുള്ള ആൾക്കാരൊക്കെ കാണും. ആ സ്ഥാനത്ത് നിങ്ങൾ നേരെ കയറി ഈ ആപ്പിലൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതിനെക്കാട്ടിൽ വലിയ ചതികളായിരിക്കും ഇതിനകത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കാതിരിക്കുക. അവരൊന്നും ഈ ആപ്പിനകത്തൊന്നും കയറിയിരിക്കുന്നില്ല. അവർക്ക് അതിനൊന്നുമുള്ള സമയമില്ല. ഇപ്പോൾ ഈ ജാസ്മിൻ ജാഫറിനെ പോലെയുള്ള വ്യക്തികൾ, അവർക്ക് ഇതിനൊക്കെ സമയമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫ്രണ്ട് പോലെയുള്ള ആപ്പിനകത്ത് കയറിയിരുന്ന് അതിനകത്തുനിന്ന് ചാറ്റ് ചെയ്യാനും ആൾക്കാരോട് സംസാരിക്കാനും ഒക്കെയുള്ള സമയം അവർക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്യാവശ്യം തിരക്കുള്ള ഇൻഫ്ലുവൻസേഴ്സാണ് അവരൊക്കെ. അവർക്കൊക്കെ കുറേ ഷൂട്ടിംഗ് പരിപാടി കാണും, പല പരിപാടികൾ കാണും. അതിൻ്റെ ഇടയ്ക്കല്ലേ അവർ ഇതിനകത്തിരുന്ന് ചാറ്റാൻ പോകുന്നത്. അവസാനം ചാറ്റി ചീറ്റിങ് വാങ്ങിച്ച് ഇരുന്ന് കരയെത്തതേ ഉള്ളൂ. പോലീസുകാരുടെ അടുത്തൊക്കെ ചെന്നിട്ട് അയ്യോ പോലീസുകാർ കൈയൊഴിഞ്ഞേ, നിയമം കൈയൊഴിഞ്ഞേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിക്കറ് കീറി പോത്തേ ഉള്ളൂ.